വെൽക്കം ബാക്ക് ടു പോപ്പൻ സ്കൂൾ. നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. അപ്പം ഇത് കേരള ഹൈക്കോടതിയുടെ പ്രിൻസിപ്പൽ കൗൺസിലർ അതിൻ്റെ 2023 നടന്ന ചോദ്യ പേപ്പറിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം ആദ്യത്തെ 20 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ആൻഡ് സീ എന്തായിരുന്നു ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നുള്ളത്. സോ ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, when a psychological scale has the property of dash, the relationship between the measured units and some outcome can be described by a straight line. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കൊള്ളുക. when a psychological scale has the property of dash, അപ്പോൾ പ്രോപ്പർട്ടീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്: ഈക്വൽ ഇന്റർവെൽസ്, ഐഡന്റിറ്റി, അബ്സല്യൂട്ട് സീറോ, ഓൾ ഓഫ് ദി അബവ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ സ്കെയിലിന് ഒരു പ്രത്യേക പ്രോപ്പർട്ടി, ഈ 4 ഒരു പ്രത്യേക പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് അത് ഇംപ്ലൈ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മെഷേർഡ് യൂണിറ്റ്സ് ആൻഡ് സം ഔട്ട്കം ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ വാട്ട് ഡു വി അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ, ഈക്വൽ ഇന്റർവെൽസ് എന്നുള്ളത് തന്നെയാണ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഈക്വൽ ഇന്റർവെൽസ് എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ശരിക്കും ഇത് എന്ത് ഐഡിയ ആണ് നമുക്ക് തരുന്നത്? ഇത് നമുക്ക് തരുന്ന ഐഡിയ എന്ന് പറയുന്നത്, ഏതെങ്കിലും 2 യൂണിറ്റ്സ് തങ്ങളിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്, ആ ഒരു സ്കെയിലിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും അക്രോസ് ദി എൻറ്റയർ റേഞ്ച്. അപ്പോൾ ഇതാണ് ആ ഒരു സ്കെയിൽ എന്ന് കണക്കാക്കുക. ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇത് ഇച്ചിരി വളഞ്ഞുപോയി, ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതാണെന്ന് കണക്കാക്കുക. അപ്പോൾ ഏതെങ്കിലും 2 കൺസിക്യൂട്ടീവ് പോയിന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും, ഇതാണല്ലോ 2 കൺസിക്യൂട്ടീവ് പോയിന്റ്സ് എന്ന് പറയുന്നത്. എന്നിട്ട് അടുത്ത കൺസിക്യൂട്ടീവ് പോയിന്റ് ഇവിടെ വരുന്നു എന്ന് കണക്കാക്കുക. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത്. അപ്പൊ എന്താണ് പ്രോപ്പർട്ടി ഓഫ് ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറയുന്നതിന്റെ ഐഡിയ എന്ന് പറയുന്നത്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 കൺസിക്യൂട്ടീവ് യൂണിറ്റ്സ്. അപ്പൊ ഇതുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കൺസിക്യൂട്ടീവ് യൂണിറ്റ്സ് ആണ്. കൺസിക്യൂട്ടീവ് എന്ന് പറയുന്നത് അത് തൊട്ടടുത്ത് വരുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് യൂണിറ്റ്സ് ഓൺ ദ സ്കെയിൽ ഇസ് കൺസിസ്റ്റന്റ് അക്രോസ് ദി എൻറ്റയർ റേഞ്ച്. ആ ഒരു കംപ്ലീറ്റ് റേഞ്ചിൽ എത്രയാണോ വാല്യൂസ് അവിടെ ഉള്ളത്, എങ്ങനെ പോയിരുന്നാലും ഇറ്റ് വിൽ ബി ഈക്വൽ. ഓരോ 2 പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഈക്വൽ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഇതാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്, അതായത് ഈ ഈക്വൽ ഡിസ്റ്റന്റ് ആയിരിക്കും എന്ന് പറയുന്നതാണ് ശരിക്കും ഒരു ലീനിയർ റിലേഷൻഷിപ്പിനെ എനേബിൾ ചെയ്ത് കൊണ്ടുവരുന്നത് ബിറ്റ്വീൻ ദ വാല്യൂസ് ദാറ്റ് ആർ മെഷേർഡ് ഓൺ ദ സ്കെയിൽ, അല്ലെങ്കിൽ ആ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഔട്ട്കം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടി പ്രസന്റ് ആണെങ്കിൽ ചേഞ്ചസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ചേഞ്ചസ് ഇൻ ദ മെഷേർഡ് വാല്യൂ കറസ്പോണ്ടിങ് ഓർ ഇറ്റ് കറസ്പോണ്ട് പ്രൊപ്പോർഷണലി. അപ്പൊ എന്താ പറയേണ്ടത്, ആ കറസ്പോണ്ടിങ് വാല്യൂസ് പ്രൊപ്പോർഷൻ ആയിരിക്കും ടു ദ ചേഞ്ച് ഇൻ ഔട്ട്കം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ പ്ലോട്ട് ചെയ്യുന്ന ഡേറ്റ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാറും. ഇനി മറ്റു ഓപ്ഷൻസ് നോക്കിയേ. ഐഡന്റിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഈ ഒരു പ്രോപ്പർട്ടി പറയുന്നത്? എന്താണ് ദാറ്റ് ഈച്ച് വാല്യൂ അല്ലെങ്കിൽ കാറ്റഗറി, ആ ഒരു സ്കെയിലിലുള്ള ഒരു വാല്യൂ, ഓരോ വാല്യൂവും അല്ലെങ്കിൽ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള സംഗതിയെ ആയിരിക്കും. അപ്പൊ എന്തെങ്കിലും യുണീക്ക് എന്ന് പറയുമ്പം ഒരു വാല്യൂ ഒരു സംഗതിയെ റെപ്രസെന്റ് ചെയ്യുന്നത്, അപ്പൊ അത് ഡിസ്റ്റിങ്ക്റ്റും കൂടെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതെവിടെയാ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? നോമിനൽ സ്കെയിൽസിൽ ഇത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യില്ല എന്നുള്ളത്. ഇനി അബ്സല്യൂട്ട് വാല്യൂവിന്റെ കാര്യം പറയാനാണെങ്കിലോ, അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്ക് 0 എന്നുള്ളതാണ് അതിന്റെ അർത്ഥം, അല്ലേ? അപ്പൊ ഈ ഒരു റെഫേർഡ് പോയിന്റ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയേണ്ടത്, മെഷർമെന്റ് എടുക്കുമ്പോഴത്തേക്ക് അതില്ല, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരു വെയിറ്റോ ഹൈറ്റോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് 0. അപ്പൊ ഇതെന്താണ്? ഇറ്റ് ഇസ് എ ഫീച്ചർ ഓഫ് റേഷ്യോ സ്കെയിൽസ് എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ലീനിയറിറ്റിയെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്താണ്? സ്കെയിൽസ് ഓഫ് മെഷർമെന്റ് ഇൻ സൈക്കോളജി, അതാണ് ശരിക്കും ഈ ഒരു ചോദ്യം, അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. ദിസ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ SS സ്റ്റീവൻസ് ഇൻ 1946. അപ്പോൾ നോമിനൽ സ്കെയിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രൊപ്പോസലാണ്. അതിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്,
ഐഡന്റിറ്റി മാത്രമാണ് അതിനകത്തുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ജെൻഡർ പറയുമല്ലോ, മെയിൽ ഫീമെയിൽ എന്നൊക്കെ പറയുന്നത്. ഇനി മറ്റൊരു സ്കെയിൽ അദ്ദേഹം പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഉള്ളത് ഒരു ഓർഡിനൽ സ്കെയിലാണ്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വീണ്ടും ഐഡന്റിറ്റി, ഓർഡർ അങ്ങനെയൊക്കെ വരാം. ഫോർ എക്സാമ്പിൾ ഒരു മത്സരത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുന്നല്ല, അതാണ് ഓർഡിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. ഇന്റർവെൽ സ്കെയിൽ അതാണ് നമ്മൾ ഇവിടെ ഈ നോക്കുന്നത്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത് അത് വീണ്ടും ഐഡന്റിറ്റി വരും, ഈക്വൽ ഇന്റർവെൽസ് എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ടെമ്പറേച്ചർ നോക്കുന്നത് അല്ലെങ്കിൽ IQ സ്കോർസ് നോക്കുന്നത് അങ്ങനെയൊക്കെ ഉള്ളത്. ഇനി റേഷ്യോ സ്കെയിൽ ഉണ്ട്. റേഷ്യോ സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ഈക്വൽ ഇന്റർവെൽസ് വരും, അബ്സല്യൂട്ട് സീറോ വരും, അതേപോലെ ഐഡന്റിറ്റിയും വരാം. നമ്മൾ വെയിറ്റ്, ഹൈറ്റ്, ടൈം ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ മെഷർ ചെയ്യുമ്പോഴത്തേക്ക് അത് അതിനകത്ത് വരും എന്നുള്ളതാണ്. ഓക്കെ, സോ അതാണ് അതിന്റെ ആ ഒരു ക്വിക്ക് എക്സ്പ്ലനേഷൻ എന്നുള്ളത് ആ ഒരു ചോദ്യത്തിന്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ 2 ഇതാണ്. ഡാഷ്, അവിടെ ഇപ്പൊ കുറച്ച് പേരുകളാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഹു ഡെവലപ്ഡ് ദ ഫസ്റ്റ് ഫങ്ഷണൽ മാപ്പ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ്. അല്ലെ, സെറിബ്രൽ കോർട്ടെക്സിന്റെ ആദ്യത്തെ ഫങ്ഷണൽ മാപ്പ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ഫങ്ഷണൽ മാപ്പ് ആരാണ് പ്രൊപ്പോസ് ചെയ്തത് എന്നുള്ളതാണ്. അപ്പം ഇദ്ദേഹം ഒരു ജർമ്മൻ ന്യൂറോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ആദ്യത്തെ ആ ഒരു ഫങ്ഷണൽ മാപ്പ് ഓഫ് ദ സെറിബ്രൽ കോർട്ടെക്സ് പ്രൊപ്പോസ് ചെയ്തത്. ആൻഡ് ദിസ് ഹാപ്പൻഡ് ഇൻ ദ ഏർലി 20th century. അദ്ദേഹം ശരിക്കും ചെയ്തത് എന്താണ്, ബ്രെയിനിനെ കംപ്ലീറ്റ് എടുത്തിട്ട് 52 ഡിസ്റ്റിങ്ക്ട് റീജിയൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തു, അല്ലെ സെഗ്രിഗേറ്റ് ചെയ്തു. അപ്പൊ 52 ഡിസ്റ്റിങ്ക്ട് റീജിയൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ സെഗ്രിഗേറ്റ് ചെയ്തതിന്റെ ബേസിസ് എന്താണ്, അതിന്റെ സെല്ലുലാർ സ്ട്രക്ചറും അതിന്റെ ഓർഗനൈസേഷനും. അതെങ്ങനെ തിട്ടപ്പെടുത്തി വരുന്നു, എങ്ങനെ ഓർഗനൈസ് ചെയ്തേക്കുന്നത്, അതേപോലെ അതിന്റെ സെല്ലുലാർ സ്ട്രക്ചർ അനുസരിച്ച്. ഇതിനെയാണ് ബ്രോഡ്മാൻ ഏരിയാസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആൻസറും ഓപ്ഷൻ ബി തന്നെയാണ്, ബ്രോഡ്മാൻ ആണ്. ഓക്കെ, സോ ബ്രോഡ്മാൻ ആണ് ഈ ബ്രോഡ്മാൻ ഏരിയാസ് ഡെവലപ്പ് ചെയ്തത്. അതിനെയാണ് ആദ്യത്തെ ഫങ്ഷണൽ മാപ്പ് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഏരിയാസ് എന്ന് പറയുന്നത് ഇന്നും ന്യൂറോ സയൻസിൽ ഒരുപാടധികം ഉപയോഗത്തിലുണ്ട് എന്നുള്ളത്. കാരണം അത് ആ ഒരു ലോക്കലൈസേഷൻ ഓഫ് ഫങ്ഷൻസ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ സെൻസറി പെർസെപ്ഷനെ, മോട്ടോർ കൺട്രോൾ, നമ്മുടെ കൈ കാലും ഒക്കെ അനക്കുന്നതിനെ, അതേപോലെ ലാംഗ്വേജിന്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഡക്ഷൻ എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്താണ് ശരിക്കും വരുന്നത്? ഈ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സെറിബ്രൽ കോർട്ടെക്സ് ഇസ് ഐഡിയലി റെസ്പോൺസിബിൾ ഫോർ ഹയർ ബ്രെയിൻ ഫങ്ഷൻസ്. അപ്പൊ ബ്രെയിൻ ഫങ്ഷൻസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വന്നേക്കുന്നത്. ഹയർ ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ്? റീസണിങ്, മെമ്മറി, വോളണ്ടറി ആയിട്ടുള്ള മൂവ്മെന്റ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൈ കാലും ഒക്കെ അനക്കുന്നത്, അതൊക്കെയാണ് ഹയർ ബ്രെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്രോഡ്മാന്റെ മാപ്പിംഗ് ആക്ച്വലി ബിക്കേം ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ ബ്രെയിൻ റിസർച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവിടെ നിന്നാണ് ആ ബ്രെയിനിന്റെ ഓരോ ഏരിയാസ് ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഫങ്ഷന് റെസ്പോൺസിബിൾ ആണ്. അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ബ്രെയിനിന്റെ ഒരു ഏരിയയിലല്ല നടക്കുന്നത്, ഓരോ കാര്യങ്ങളും ബ്രെയിനിന്റെ പല ഏരിയാസിൽ നടക്കുന്നു എന്നുള്ള കോൺസെപ്റ്റ് ഇവിടെ നിന്നാണ് ഉടലെടുത്ത് വന്നത്. സോ ബ്രോഡ്മാൻ ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പം അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് കോർബിനിയൻ ബ്രോഡ്മാൻ, KORBINIAN, കോർബിനിയൻ ബ്രോഡ്മാൻ എന്നാണ് അദ്ദേഹത്തിന്റെ ഫുൾ നെയിം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതൊരു മെറ്റഫോർ ആണ്. ദ മെറ്റഫോർ ഓഫ് മാൻ ദ സയന്റിസ്റ്റ് വാസ് അഡോപ്റ്റഡ് ബൈ ദ പേഴ്സണാലിറ്റി തിയറിസ്റ്റ്. അപ്പം ഇത് 4 പേഴ്സണാലിറ്റി തിയറിസ്റ്റിന്റെ പേരുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജോർജ് എ കെലി, കാൾ റോജേഴ്സ്, വാൾട്ടർ മിഷൽ ആൻഡ് ഹാൻസ് ഐസക്. ഓക്കെ, അപ്പൊ ഇതിൽ ആരാണ് ഈ മാൻ ദ സയന്റിസ്റ്റ് എന്നുള്ള ആ ഒരു മെറ്റഫോർ അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ശരിക്കും ഇവിടെ ഈ ചോദ്യം. അപ്പൊ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്. ജോർജ് എ കെല്ലി തന്നെയാണ് ഈ ഒരു മെറ്റഫോർ അഡോപ്റ്റ് ചെയ്തത്. അപ്പം ഇദ്ദേഹം വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി തിയറിസ്റ്റ് ആണ്. അദ്ദേഹമാണ് ഈ ഒരു മെറ്റഫോർ മാൻ ദ സയന്റിസ്റ്റ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ കൺസ്ട്രക്ട് തിയറിയിലൂടെ പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ഇവിടെ ശരിക്കും പറയുന്നത് എന്താണ്? ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ ഓരോ വ്യക്തികള് ദേ ആർ ലൈക്ക് സയന്റിസ്റ്റ് എന്നുള്ളത്. കാരണം എന്താ? നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഹൈപ്പോത്തിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്.
ആൻഡ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻസ് നമ്മുടെ ഈ ടെസ്റ്റിങ്ങിലൂടെ നമ്മൾ ഓരോ ഇന്റർപ്രിട്ടേഷൻസിൽ എത്തുമല്ലോ. ആ ഇന്റർപ്രിട്ടേഷൻസിനെ നമ്മൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ നമ്മുടെ ആ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫ് നമ്മളൊന്ന് എടുത്തൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സിമ്പിൾ ആയിട്ടൊരു സാധനം വാങ്ങാൻ പോകുന്നതിന് മുന്നേ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കും, നമ്മൾ ചിന്തിക്കും. അവിടെയാണ് നമ്മുടെ ആ ഒരു ഹൈപ്പോത്തസിസ് ഫോം ചെയ്ത് വരുന്നത്. ഓക്കെ, ഞാൻ ഇന്ന ഒരു വാഹനം വാങ്ങിയാൽ അതിന് എന്തൊക്കെ തകരാറ് വരും, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്നുള്ളത്, അതിന്റെ ഫ്യൂവൽ എക്സ്പെൻസ് എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ ഓരോ ഹൈപ്പോത്തസിസിലേക്ക് എത്തുന്നു. ഓൾറെഡി ഈ വാഹന കമ്പനി തന്നെ പറയുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ, പക്ഷെ എന്നിരുന്നാലും നമ്മൾ നമ്മുടെ ഒരു ഹൈപ്പോത്തസിസിലേക്ക് എത്തും. പിന്നെ നമ്മൾ അതിനെ ടെസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാ? നമ്മൾ ഒരു പക്ഷേ പലരോട് ചോദിക്കും, നമ്മൾ അതിന്റെ റിവ്യൂസ് വായിക്കും, നമ്മൾ ഷോറൂമിൽ പോകും, നമ്മൾ അത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഓരോ സമയത്ത് ടെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ അഭിപ്രായം നമുക്ക് അതിനെ കിട്ടുന്നല്ലേ. അപ്പൊ നമ്മൾ വീണ്ടും അതിനെ റിവൈസ് ചെയ്ത് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അതാണ് മാൻ ദ സയന്റിസ്റ്റ്. ഓരോ വ്യക്തിയും ഒരു സയന്റിസ്റ്റ് ആണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ജോർജ് എ കെല്ലി മുമ്പോട്ട് വെച്ചതാണ്. അപ്പം ഈ നമ്മളൊപ്പുണ്ടാകുന്ന ഈ ചിന്തകള് ഇത് മെന്റൽ ഫിൽറ്റേഴ്സ് ആണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. ഈ മെന്റൽ ഫിൽറ്റേഴ്സ് മനുഷ്യൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമുക്ക് എന്താ പറയേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ അതിനെ പ്രെഡിക്റ്റ് ചെയ്യാനും അതിനെ വിലയിരുത്താൻ അല്ലെങ്കിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, കെല്ലിയുടെ ഈ തിയറി ശരിക്കും എംഫസൈസ് ചെയ്യുന്ന എന്താണ്? ബിഹേവിയർ ഇസ് ഷേപ്ഡ് ബൈ ഹൗ individuals perceive and interpret their environment rather than an external stimuli. അതാണ് ശരിക്കും അദ്ദേഹം ഇവിടെ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ബേസിക്കലി ആ ഒരു തിയറി നോക്കിയാൽ, ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ, നമ്മളെ ആരെങ്കിലും ഒന്ന് നുള്ളിയാല്, ഒന്ന് പിച്ചിയാല്, അല്ലെങ്കിൽ അടിച്ചാല്, അപ്പൊ അതാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഈ സ്റ്റിമുലൈ വരുമ്പോഴത്തേക്ക് നമ്മളൊരു സർട്ടൻ ടൈപ്പ് ഓഫ് ബിഹേവിയർ നമ്മൾ കാണിക്കും, അല്ലെ? പക്ഷേ അത് ആ ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലായി വരുന്ന സമയത്ത് മാത്രമാണ് ആ ഒരു ബിഹേവിയർ നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു വ്യക്തിയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട്, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാട് എന്താണ്, അവരുടെ ചുറ്റുപാട്, അവരുടെ എൻവയോൺമെന്റിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് അനുസരിച്ചാണ് അത് വരുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയ ശരിക്കും ആ ഒരു കോഗ്നിറ്റീവ് അപ്രോച്ചസിനെ മനസ്സിലാക്കുന്നതാണ്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അപ്രോച്ചസ് ഓഫ് പേഴ്സണാലിറ്റി എന്നുള്ളതിനെ മനസ്സിലാക്കുന്നതിന് വളരെയധികം റെവല്യൂഷനൈസ് ചെയ്ത ഒരു ഐഡിയ ആണ് ഈ മാൻ ദ സയന്റിസ്റ്റ് എന്ന മെറ്റഫോർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, now let's move on to question number 4 ഇതാണ് ഇൻ ഡാഷ്. അപ്പൊ ഡാഷ് എന്താണ്? ഇൻസ്റ്റിങ്ച്വൽ അഗ്രഷൻ, മാക്വെലിനിസം, ഹോസ്റ്റൈൽ അഗ്രഷൻ ആൻഡ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ. അപ്പൊ 4 കോൺസെപ്റ്റ്സ് ഇവിടെ ശരിക്കും തന്നിട്ടുണ്ട്. അതിനകത്ത് ഇതിലേതിലാണ് ദ ഇൻഡിവിജ്വൽ ഹാംസ് someone as a way of satisfying some other motive? അപ്പൊ ഈ ചോദ്യം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, ഇതിനകത്ത് ഏത് ഒരു കോൺസെപ്റ്റിലാണ് ഒരു വ്യക്തി മറ്റു ഒരു വ്യക്തിയെ ഹാം ചെയ്യുന്നത്? മറ്റൊരു വ്യക്തിയെ ഹാം ചെയ്യുന്നു. പക്ഷെ ആ ഹാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഹാം ചെയ്ത്, ഇപ്പൊ ഞാൻ നിങ്ങളെ ഹാം ചെയ്യുകയാണെങ്കിൽ എൻ്റെ മറ്റേതോ ഒരു മോട്ടീവിനെ ഞാൻ ആ രീതിയിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു. മലയാളത്തിൽ ജസ്റ്റ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന്. ഏകദേശം ആ ഒരു കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ മനസ്സിലാക്കിക്കൊള്ളാം. അപ്പോൾ ഇസ് ഇറ്റ് ഇൻസ്റ്റിങ്ച്വൽ അഗ്രഷൻ, മാക്കിയാവെലിനിസം, ഹോസ്റ്റൈൽ അഗ്രഷൻ ഓർ ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ? ഇവിടെ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി, ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഇത് സംഭവിക്കുന്ന എപ്പോഴാണ്? വെൻ ഹാം ഇസ് ഇൻഫ്ലിക്റ്റഡ്. ഹാം ഇസ് ഇൻഫ്ലിക്റ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹാം ചെയ്യുന്നു, ആരെയോ ഹാം ചെയ്യുന്നു ഓൺ സമ്മൺ ടു അച്ചീവ് എ ഗോൾ ഓർ സാറ്റിസ്ഫൈ എ മോട്ടീവ്. അപ്പോൾ ആരെങ്കിലും ഹാം ചെയ്യുന്നത് ഒരു 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 ഗോൾ അല്ലെങ്കിൽ ഒരു മോട്ടീവ്, അതിന്റെ പിന്നിൽ എനിക്കൊരു ഉദ്ദേശമുണ്ട്, റാദർ ദാൻ ഔട്ട് ഓഫ് ആങ്കർ ഓർ ഹോസ്റ്റിലിറ്റി. അപ്പം ഞാൻ ആ ഒരു ദേഷ്യം വന്നിട്ട് ഞാനൊന്ന് അടിക്കുന്നതല്ല, പക്ഷെ നിങ്ങളെ ഒന്ന് അടിക്കണം അല്ലെങ്കിൽ ഒന്ന് ദ്രോഹിക്കണം, അതുകൊണ്ട് എനിക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതാണ്. മറ്റൊരു ഉദാഹരണം നമുക്കിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ, ഒരു കള്ളൻ, ഒരു റോബർ. ആ ഒരു റോബർ ഒരു
വിക്ടിമിനെ ഹാം ചെയ്യാം. എന്തിനാണ്? പൈസയ്ക്ക് വേണ്ടി, അല്ലെ കൈ കിടക്കുന്ന വാച്ച് ഊരി എടുക്കുന്നതിന് വേണ്ടി. അപ്പോ ഇത് ശരിക്കും ഹോസ്റ്റൈൽ അഗ്രഷന് ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പൊ ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? അത് പലതരം ഇമോഷൻസ് ലൈക്ക് ആങ്കർ കൊണ്ടൊക്കെയാണ്. അപ്പൊ അവരെ ഒന്ന് ഉപദ്രവിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ഉപദ്രവിക്കുകയാണ്. അപ്പൊ ഒരു കള്ളൻ ശരിക്കും ഒരു വ്യക്തിയെ ഉപദ്രവിക്കുന്നത് ആ വ്യക്തിയുടെ കയ്യിലുള്ള പണം പിടിച്ചെടുക്കാൻ. അപ്പൊ എന്താണ്? ഉപദ്രവത്തിലൂടെ പണം പിടിച്ചെടുക്കാൻ. അതാണ് ആ വ്യക്തിക്ക് പിന്നിലുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പണം കവർന്നെടുക്കുക, അല്ലാതെ അവരെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കുകയല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്താണ്? ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ഇവിടെ കൊണ്ടുവരികയാണ് ബിറ്റ്വീൻ ഇൻസ്ട്രുമെന്റൽ ആൻഡ് ഹോസ്റ്റൈൽ അഗ്രഷൻ. ഈ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കുന്നത് സൈക്കോളജിയിൽ ഒരു കീ കോൺസെപ്റ്റ് എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഒരു കീ കോൺസെപ്റ്റ് ആണ്. അപ്പം ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ്. അത് മുൻകൂട്ടി തീരുമാനിച്ചതാണ്, പ്രീ ഡിറ്റർമിൻഡ് ആണ്, അല്ലെ? ആൻഡ് ഓഫൻ this is seen in situations involving competition അല്ലെങ്കിൽ സർവൈവൽ. ഓക്കെ, അപ്പൊ നോക്ക്, സർവൈവലിന് വേണ്ടിയിട്ട് എന്നെ ആക്രമിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചക്രമിച്ച ആ വ്യക്തി മരണപ്പെട്ട്. അപ്പൊ ആ വ്യക്തിയെ കൊല്ലുക എന്നുള്ളതല്ലായിരുന്നു എൻ്റെ ഉദ്ദേശം. എൻ്റെ ഉദ്ദേശം എന്നെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിന്റെ ഡിഫറൻസ് മനസ്സിലാകുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഗോൾ ഓറിയന്റഡ് ആണ്. അതാണ് എന്താ പറയേണ്ടത്, മോട്ടീവ് എന്താണെന്ന് ഈ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് എന്തായിരുന്നു അതിന്റെ പിന്നിലെ മോട്ടിവേഷൻ എന്നുള്ളത് പോലീസ് എപ്പോഴും അന്വേഷിക്കും, അല്ലെ? അപ്പം ആ ഒരു ഡിഫറൻസിയേഷൻ ആണ് ശരിക്കും ഇവിടെ ഈ കാണിക്കുന്നത്. അപ്പൊ ഇത് ഒന്നുകിൽ സർവൈവൽ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസിൽ ഈ ഗോൾ ഓറിയന്റഡ് അല്ലെങ്കിൽ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള അഗ്രഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻസ്ട്രുമെന്റൽ അഗ്രഷൻ എന്ന് പറയുന്നത്. ഹോസ്റ്റൈൽ അഗ്രഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഉപദ്രവിക്കുക, ശാരീരിക വേദന കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപദ്രവിക്കുക എന്നൊക്കെയുള്ളത് ശരിക്കും മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ കോൺസെപ്റ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ക്രിമിനോളജിയെ സംബന്ധിച്ചിടത്തോളം, ബിഹേവിയറൽ തെറാപ്പിയെ സംബന്ധിച്ചിടത്തോളം, കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, now let's move on to question number 5. Question 5 ഇതാണ്: which of the following is a situation where it is appropriate for a therapist to breach confidentiality? ഇത് സോഷ്യൽ വർക്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ നാട്ടില് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് സോഷ്യൽ വർക്കിൽ എന്തുമാത്രം സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഈ കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്? കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ ആ വ്യക്തിക്ക് ക്ലയൻസ് ഉണ്ടാകും. സോഷ്യൽ വർക്കറിന്റെ പേഷ്യൻസിനെ ക്ലയന്റ് എന്നാണ് വിളിക്കുന്നത്. ഈ ക്ലയൻസ് ഉണ്ടാകും. അപ്പം ഈ ക്ലയന്റ് പല കാര്യങ്ങളും സോഷ്യൽ വർക്കറോട് തുറന്നു പറയും, എങ്കിൽ മാത്രമേ സോഷ്യൽ വർക്കർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഈ ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയിട്ട് സോഷ്യൽ വർക്കർ നടന്ന് എല്ലാവരോടും പോയി ഈ ഇൻഫർമേഷൻ പറയാൻ പാടില്ല. അതാണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഈ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാൻ കഴിയുന്ന ചില സാഹചര്യങ്ങൾ നിയമം അനുവദിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യപ്പെടാം. അപ്പം സ്പൗസ് എൻക്വയറി, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം, നോ വേ, പാടില്ല. കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് അത് മറ്റൊരു വ്യക്തിയുടെ അടുത്ത് പോകാൻ പാടില്ല. ഇനി ഇൻഷുറൻസ് കമ്പനി ഒരു ഓർഡർ ആയിട്ട് എഴുതി തന്നിരിക്കുക, നോ വേ, യു വിൽ സ്റ്റിൽ നോട്ട് ഗിവ്. ഇനി ഒരു റിലേറ്റീവ്, ദാറ്റ് ഇസ് ജസ്റ്റ് ദ സെയിം ആസ് സ്പൗസ് വന്ന് ചോദിക്കുന്ന പോലെ റിലേറ്റീവ് ചോദിക്കുന്ന പാടില്ല. പല രീതിയിലും അവർ ചോദ്യങ്ങൾ കൊണ്ടുവരും. പക്ഷെ നമ്മുടെ ക്ലയന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണെങ്കിൽ നോ വേ. പിന്നെ ദ ഓൺലി വേ ഈസ് ഒരു കോടതി ഓർഡർ മുഖാന്തരം. ഇപ്പൊ കോടതി ഒരു ഓർഡർ കൊടുക്കുകയാണ് ദാറ്റ് യു ഹാവ് ടു ഷെയർ ദ ഇൻഫർമേഷൻ. പിന്നെ അത് നിയമപരമായി ആ ഒരു സോഷ്യൽ വർക്കർ ഇസ് പ്രൊട്ടക്റ്റഡ്. പിന്നെ ആ ഒരു സോഷ്യൽ വർക്കർക്ക് എതിരെ മറ്റേ വ്യക്തിക്ക് അല്ലെങ്കിൽ ക്ലയന്റിന് ഒരു കേസ് ഫയൽ ചെയ്യാനോ അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആവശ്യപ്പെടാനോ ഒന്നും സാധിക്കില്ല. കാരണം കോടതി വിധി ടേക്സ് പ്രസിഡൻസ് ഇൻ എവറി കേസ് എന്നുള്ളതാണ്.
ഓക്കെ, അപ്പോൾ എന്താണ് ആ കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴൊക്കെ ഒരു തെറാപ്പിസ്റ്റിന് ബ്രീച്ച് ചെയ്യാം, അത് ഒരു കോർട്ട് ഓർഡർ ഉണ്ടെങ്കിൽ ബ്രീച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ എന്താ പറയേണ്ടത്, സിമ്പിളായിട്ട് ഉള്ള ഒരു കോൺസെപ്റ്റ് തന്നെയാണ്. ഇനി മറ്റും ചില സിറ്റുവേഷൻ ഉണ്ട് നമ്മുടെ ഈ എന്താ പറയേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തെറാപ്യൂട്ടിക് പ്രാക്ടീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലേ. അപ്പോൾ ക്ലയന്റിന്റെ ഇൻഫർമേഷൻ പ്രൈവറ്റ് ആയിട്ട് തന്നെ വെക്കുക. അപ്പോൾ ഒന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കോടതി വിധി കിട്ടുന്ന ഒരു സർക്കംസ്റ്റൻസിൽ അത് ബ്രീച്ച് ചെയ്യാം എന്നുള്ളതാണ്. ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ക്ലയന്റ് ഒന്നുകിൽ ക്ലയന്റിനെ തന്നെ ഹാം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ ഹാം ചെയ്യാനുള്ള സാധ്യതയോ ഉണ്ടെങ്കിൽ, ഹാം ടു സെൽഫ് ഓർ അതേഴ്സ് എന്നുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാം, അങ്ങനെ ഒരു റിസ്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ. അപ്പൊ ഇവിടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രീച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓട്ടോറിക്ഷ വിളിച്ച് മയക്കം വെച്ച് കെട്ടി വിളിച്ചു പറയല്ലേ ചെയ്യുന്നത്. അധികാരികളെ അറിയിക്കാം, പോലീസിനെ അറിയിക്കാം, സൂപ്പർവൈസേഴ്സിനെ അറിയിക്കാം, മറ്റ് തെറാപ്പിസ്റ്റുകളെ അറിയിക്കാം. അതാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എപ്പോഴും ഞാൻ ഈ തെറാപ്പിസ്റ്റ് അധികാരികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു പ്രോട്ടോകോൾ ഉണ്ടാകും. ആ സ്ഥാപനത്തിന്റെ പ്രോട്ടോകോൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി, മറ്റൊരു ഒരു തരത്തിലുള്ള ഒരു പ്രശ്നവും വരില്ല. ഇനി ഈ ക്ലയന്റ് ഒരു എബ്യൂസർ ആണെങ്കിലോ, ഫോർ എക്സാമ്പിൾ കുട്ടികളെ എബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ മുതിർന്നവരെ പേരൻസിനെ ഗ്രാൻഡ് പേരൻസിനെ ഒക്കെ അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി, ആ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ വർക്കർ ഇസ് ബൗണ്ട് ടു റിപ്പോർട്ട് ദ ഇൻഫർമേഷൻ ടു ദ റെലവെന്റ് അതോറിറ്റീസ്. അപ്പോൾ ഇങ്ങനെയുള്ള 3 സിറ്റുവേഷൻസിൽ ഒന്നുകിൽ ഒരു കോർട്ട് ഓർഡർ ഉണ്ടാകണം, അല്ലെങ്കിൽ ആ വ്യക്തി അക്രമാസക്തമായ ഒരു വ്യക്തി ആയിരിക്കണം, ഇനി അതല്ലെങ്കിൽ ആ വ്യക്തി ഓൾറെഡി ഒരു എബ്യൂസോ നെഗ്ലക്റ്റോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അപ്പോൾ ഒരു കൺഫെഷൻ പോലെയാണ് നമ്മളെടുത്ത് വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ ഒരു ക്രൈം നടന്നു എന്നറിയുന്ന ആ ഒരു അവസ്ഥയിൽ അത് അതോറിറ്റീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ള. മറ്റൊരു സിറ്റുവേഷനും സ്പൗസിന്റെ എൻക്വയറി, ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വരുന്ന ഓർഡർ, അതൊന്നും ഇവിടെ ബാധകമല്ല എന്നുള്ളതാണ്. റിലേറ്റീവ്സിൽ നിന്ന് വരുന്നത് അതൊന്നും ഒരു ബാധകം അല്ല, ഇവിടെ ഇൻഫർമേഷൻ കൊടുക്കാൻ പാടില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 കടക്കാം. കൗൺസിലിംഗ് ഇസ് എ പ്രൊഫഷൻ ദാറ്റ് എയിംസ് ടു ഡാഷ് പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. അതാണോ കൗൺസിലിംഗിന്റെ ഉദ്ദേശം? പ്രൊവൈഡ് എ സക്സസ്ഫുൾ ഡയഗ്നോസിസ് ഇൻ സൈക്കോപാത്തോളജി. അതാണോ കൗൺസിലിംഗിന്റെ ഉദ്ദേശം? ensure that clients are on the correct medication. അതാണോ ക്ലയൻസ് എന്താ പറയേണ്ടത് കൗൺസിലിംഗിന്റെ ഉദ്ദേശം? ഓർ സോൾലി അഡ്രസ് ബിഹേവിയർ. അതാണോ കൗൺസിലിംഗിന്റെ ഉദ്ദേശം? അപ്പൊ ഇവിടെ ഞാൻ ആ ഒരു ആൻസർ പറയുന്നതിന് മുമ്പേ, ഒരുപക്ഷെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാകും, പക്ഷെ ഒരു ആൻസർ പറയുന്നതിന് മുന്നേ ഞാൻ ജസ്റ്റ് കൗൺസിലിംഗിനെ കുറിച്ചൊന്ന് പറയട്ടെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത് ഒരു ഹെൽപ്പിംഗ് പ്രൊഫഷനാണ് അല്ലെ, ഒരു ഹെൽപ്പ് നൽകുന്ന ഒരു പ്രൊഫഷനാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ആൻഡ് കൗൺസിലിംഗിന്റെ ഒരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് വ്യക്തികളെ എംപവർ ചെയ്യുക. അപ്പൊ എന്തിനുള്ള എംപവർമെന്റ് ആണ് വ്യക്തികൾക്ക് കൊടുക്കുന്നത്? അവരുടെ ജീവിതത്തിലെ പേഴ്സണൽ ചാലഞ്ചസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ അവരുടെ വെൽബീയിങ്ങിനും, അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിത അഭിലാഷങ്ങൾ, ജീവിതത്തിലെ ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ എന്താണ് അതിന്റെ ആൻസർ? അബ്സല്യൂട്ട്ലി റൈറ്റ്, ഓപ്ഷൻ എ തന്നെയാണ് അതിന്റെ കറക്റ്റ് ആൻസർ. പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് പ്രൊഡക്ടിവിറ്റി. ആ ഒരു വ്യക്തിയുടെ പേഴ്സണൽ ഗ്രോത്ത്, ആ ഒരു വ്യക്തിയെ തിരിച്ച് സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതൊക്കെയാണ് ശരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ വർക്കിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കൗൺസിലിംഗിലൂടെ, കൗൺസിലിംഗ് സോഷ്യൽ വർക്കിന്റെ ഭാഗം എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ ഇവിടെ ഇതിനെ കാണുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി ഞാൻ ഈ ഒരു ചോദ്യം ഏത് കോൺസെപ്റ്റിൽ നിന്ന് വരുവാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ശരിക്കും എന്താ പറയേണ്ടത്, കാൾ റോജേഴ്സിന്റെ പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ആ തിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ഒരു ചോദ്യം വന്നേക്കുന്നത്. കാരണം അവിടെ പറയുന്ന എംഫസിസ് എന്ന് പറയുന്നത് ഇസ് ഓൺ സെൽഫ് ആക്ച്വലൈസേഷൻ, പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് കോഗ്നിറ്റീവ് ബിഹേവിയർ എൻഹാൻസ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഒക്കെ നടത്തിയെടുക്കുക ത്രൂ a concept called actionable steps. I mean, like actionable steps എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലയന്റ് എടുക്കേണ്ട ചില കാര്യങ്ങൾ എന്നുള്ളതാണ് അതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. Let's move on to question number 7. According to Murray, okay,
ആരാണ് മുറേ എന്നുള്ളത്? മുറേ, ഹെൻറി മുറേ അല്ലെ? അപ്പോ അക്കോർഡിംഗ് ടു മുറേ, the dash becomes spontaneously kinetic as a result of something within the person. നമുക്കുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പ്രൊവാക്റ്റീവ് നീഡ്സ് ആണോ, ഇൻട്രിൻസിക് നീഡ്സ് ആണോ, റിയാക്റ്റീവ് നീഡ്സ് ആണോ, എക്സ്ട്രിൻസിക് നീഡ്സ് ആണോ? അപ്പൊ ഇത് നീഡ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ശരിക്കും ഇവിടെ ഈ പറയുന്നത് അല്ലെ? അപ്പൊ ഇതിലെ ഏത് നീഡാണ് എന്താ പറയേണ്ടത്? സ്പോണ്ടേനിയസ്ലി കൈനറ്റിക്, നമ്മൾ ചെയ്തു തുടങ്ങുന്ന ആസ് എ റിസൾട്ട് ഓഫ് സംതിങ് വിതിൻ ദ പേഴ്സൺ, ആ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള മേ ബി ഒരു ചിന്തയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിന്തയുടെ ഫലമായിട്ടായിരിക്കാം. എന്താണ്? പ്രൊആക്റ്റീവ് നീഡ്സ് ആണ് നമ്മുടെ ആൻസർ ഇവിടെ. അപ്പം ഈ ഹെൻറി മുറയുടെ തിയറി ഉണ്ട്, ആ ഒരു തിയറി ഓഫ് നീഡ്സ് എന്നാണ് ആ ഒരു തിയറിയെ പറയുന്നത്. ഓക്കെ, ആ ഒരു തിയറി അനുസരിച്ച് പ്രൊവാക്റ്റീവ് നീഡ് എന്ന് പറയുന്നത്, പ്രൊവാക്റ്റീവ് നമ്മൾ തന്നെ എന്താ പറയേണ്ടത്, വേണമെന്ന് പറഞ്ഞ് ചെയ്യുന്ന സംഗതികളാണ് പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മളോട് ആരും പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, നമ്മൾ തന്നെ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതിനാണ് പ്രൊആക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൊആക്റ്റീവ് നീഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഡ്രിവൺ ഇന്റേണലി, നമ്മുടെ ഉള്ളിലുള്ള ചിന്തകൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അഭിലാഷങ്ങൾ, അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ പ്രൊആക്റ്റീവ് നീഡ്സ് കംപ്ലീറ്റ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ നീഡ്സ് എന്ന് പറയുന്നത് ദീസ് ആർ ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലായി. എക്സ്റ്റേണൽ സ്റ്റിമുലായി എന്നുള്ളത് വെച്ചുന്നത്. അപ്പൊ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് നമ്മളോട് പറയുന്നത് ഇന്നൊക്കെ ചെയ് എന്ന് ആരെങ്കിലും വന്ന് പറയുന്നത്, അതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലായി ആണ്. അപ്പൊ ദീസ് ആർ നോട്ട് ഡിപെൻഡന്റ് ഓൺ എക്സ്റ്റേണൽ സ്റ്റിമുലായി. അതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലായി എന്ന് പറയുന്നത്. ആൻഡ് ഇത് എന്താ പറയേണ്ടത്, അപ്പൊ നമുക്ക് തന്നെ ഒരു ആവശ്യം എന്ന് തോന്നിയ ഒരു സംഗതി നമ്മൾ ചെയ്യുന്നതിനെയാണ് പ്രൊആക്റ്റീവ് നീഡ്സ്. അപ്പൊ അത് നമ്മുടെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോ എന്താ പറയേണ്ടത്, നമ്മുടെ ബിഹേവിയറിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു ആൻഡ് ഇൻസ്റ്റന്റേനിയസ്ലി സ്പോണ്ടേനിയസ്ലി ഒരു മോട്ടിവേഷൻ അവിടെ വരികയാണ്. കാരണം നമുക്ക് ആ ഒരു 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 അച്ചീവ്മെന്റിലേക്ക് എത്തണം, അല്ലെങ്കിൽ ഒരു ഡോമിനൻസിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് വരുന്നതാണ് ഈ ഒരു പ്രൊആക്റ്റീവ് നീഡ്. റിയാക്റ്റീവ് നീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതൊരു എക്സ്റ്റേണൽ സ്റ്റിമുലായിക്കുള്ള ഒരു റെസ്പോൺസ് ആണ് റിയാക്റ്റീവ് നീഡ് എന്ന് പറയുന്നത്. ഇനി ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് നീഡ്സ് എന്ന് പറയുമ്പോൾ ഈ കോൺസെപ്റ്റ്സ് ആർ മോർ റിലേറ്റഡ് ടു എന്താ പറയേണ്ടത്, മോട്ടിവേഷൻ തിയറീസിലോട്ട്. ഫോർ എക്സാമ്പിൾ ഡെസായ് ആൻഡ് റയൻ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ തിയറി കൊണ്ട് ആ തിയറീസിന്റെ കോൺസെപ്റ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അത് ഈ മുറയുടെ തിയറിയുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് അല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ മുറയുടെ തിയറി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ ഫ്രെയിംവർക്ക് ദാറ്റ് കാറ്റഗറൈസസ് ഹ്യൂമൻ ബിഹേവിയർ ബേസ്ഡ് ഓൺ നീഡ്സ്. ഓക്കെ, ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്ലാസിഫിക്കേഷൻ വരെയാണ് ഹ്യൂമൻ ബിഹേവിയർ. ആ ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 8 ഇതാണ്. The dash of an organism is the full sequence of genes found on the chromosomes with the associated DNA. ഇത് നമ്മൾ ഒരു എന്താ പറയേണ്ടത്, ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സംഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ? അപ്പോ ദ ഡാഷ് ഓഫ് എൻ ഓർഗാനിസം, ഒരു ഓർഗാനിസത്തിന്റെ എക്സ് ക്രോമസോം ആണോ, വൈ ക്രോമസോംസ് ആണോ, ജീനോം ആണോ, അതോ ജനറ്റിക്സ് ആണോ? അപ്പം ദ ഡാഷ് ഓഫ് എൻ ഓർഗാനിസം is the full sequence of genes അല്ലെ? ആ ഒരു എന്താ പറയേണ്ടത്, ജീൻസിന്റെ ഒരു ഫുൾ സീക്വൻസ് ആണ് സംതിങ്. ആൻഡ് ഈ സീക്വൻസ് എവിടെയാണുള്ളത്? ഓൺ ദ ക്രോമസോംസ്, DNA-യുമായിട്ട് അസോസിയേറ്റ് ചെയ്തുള്ള ക്രോമസോംസില്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് മേ ബി ക്രിമിനോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു കോൺസെപ്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോ ആൻസർ ഈസ് ഓപ്ഷൻ സി, ജീനോം. അപ്പം ജീനോം ആക്ച്വലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലീറ്റ് സെറ്റ് ഓഫ് DNA എന്നാണ് ജീനോം പറയുന്നത്. അപ്പൊ എന്താ അതിനകത്ത് എന്തെല്ലാം ഉണ്ട്? അതിനകത്ത് ആ ഒരു ഫുൾ സെറ്റ് ഓഫ് ജീൻസ് ഉണ്ട് ആ ഒരു ഓർഗാനിസമില് അല്ലെ? അപ്പൊ അതിനകത്ത് ഹെറിഡിറ്ററി ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എൻകോഡഡ് ആണ് ഈ ഒരു എന്താ പറയേണ്ടത് ഓർഗാനിസത്തില്. അല്ലെങ്കിൽ DNA തന്നെയല്ലേ ഒരു ഓർഗാനിസമിന്റെ ജനറ്റിക് ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്നത്. ഈ എക്സും വൈ ക്രോമോസോംസ് എന്നൊക്കെ പറയുന്നത് ശരിക്കും ആ ഒരു ബയോളജിക്കൽ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. ആൻഡ് ജനറ്റിക്സ് എന്ന് പറയുന്നത് കുറെ കൂടെ ഒരു ബ്രോഡർ ഫീൽഡാണ്.
അപ്പൊ അതിനകത്ത് ഹെറിഡിറ്റി വരും, ജീൻ ഫങ്ഷൻസ് വരും. പക്ഷെ സ്പെസിഫിക്കലി DNA സീക്വൻസ് അല്ല ജെനറ്റിക്സിനകത്ത് നോക്കുന്നത്. ജെനറ്റിക്സ് കുറെ കൂടെ വലുത് എന്നുള്ളത്. അപ്പോ എന്താ പറയേണ്ടത്? ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് തന്നെയാണ് ഇതിനകത്ത് വരിക. ഓക്കെ, അപ്പൊ ഇത് മെഡിക്കൽ റിസർച്ച്, ബയോളജിക്കൽ റിസർച്ചിലൊക്കെ ഒത്തിരി അധികം ഉപയോഗിക്കുന്ന ഒരു 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 ടേം ആണ് ഈ ജീനോം എന്നുള്ളത് വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9. A very serious ethical and legal problem in writing a report is. എന്താണ് ഇവിടെ ഈ ചോദ്യം പറയുന്നത്? A very serious ethical and legal problem in writing a report. നമ്മളൊരു റിപ്പോർട്ട് എഴുതുന്നത്. അപ്പൊ നിങ്ങൾ ഒരു പ്രിൻസിപ്പൽ കൗൺസിലർ എന്ന നിലയിൽ നിങ്ങളൊരു റിപ്പോർട്ട് എഴുതുന്നത്. അപ്പൊ ഈ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത്, ഇതൊക്കെ റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളാണ്. അത് റിപ്പോർട്ട് ആയിക്കോട്ടെ, ഒരു ആർട്ടിക്കിൾ ആയിക്കോട്ടെ, ഒരു കഥ ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എഴുതുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നം. അപ്പൊ ഇവിടെ ഒരു എത്തിക്കൽ ആസ് ഓൾസോ എ ലീഗൽ പ്രോബ്ലം എന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും വരാനുള്ള സാധ്യത. പ്ലേഗറിസം ആണോ, ഇൻക്ലൂഷൻ ഓഫ് ഔട്ട്ഡേറ്റഡ് ഡേറ്റ ആണോ, എംഫസിസ് ഓൺ അപ്പിയറൻസ് ആണോ, അതോ കെയർലെസ് പ്രൂഫ് റീഡിംഗ് ആണോ? ഇതെല്ലാം പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷേ എത്തിക്കലും ലീഗൽ പ്രോബ്ലവും കൂടെ ഒന്നിച്ച് വരുന്നത് പ്ലേഗറിസത്തിലാണ്. ഈ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു പക്ഷേ ലീഗൽ പ്രോബ്ലംസിലേക്ക് കടക്കാം. എത്തിക്കൽ പ്രോബ്ലം ആകണമെന്ന് നിർബന്ധമില്ല. ഇനി എംഫസിസ് ഓൺ അപ്പിയറൻസ്, അപ്പോൾ നമ്മൾ ആ റിപ്പോർട്ട് എഴുതുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയുടെ അപ്പിയറൻസിൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതുന്നത്, അതൊന്നുകിൽ എത്തിക്കൽ പ്രോബ്ലം അല്ലെങ്കിൽ ലീഗൽ പ്രോബ്ലം, രണ്ടും കൂടെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി കെയർലെസ് ആയിട്ടുള്ള പ്രൂഫ് റീഡിംഗ് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ അത് ഒരു ലീഗൽ പ്രോബ്ലത്തിലേക്ക് എത്തും. പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരു എത്തിക്കൽ റിക്വയർമെന്റ് അല്ല, അതൊരു ലീഗൽ റിക്വയർമെന്റ് ആണ്, അല്ലെ? അപ്പൊ പ്ലേഗറിസം ആണ് ഈ രണ്ടും കൂടെ കവർ ചെയ്യുന്നത്. അപ്പൊ പ്ലേഗറിസം എന്ന് പറയുന്നത് ഒരു അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസ്, മറ്റാരെങ്കിലും എഴുതിയ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു രചന, ഒരു കൃതി, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഒരു റിസർച്ച് നമ്മൾ കോപ്പി അടിച്ചിട്ട് നമ്മുടെ റിസർച്ച് ആണെന്നും പറഞ്ഞ് കാണിക്കുക, അതാണ് പ്ലേഗറിസം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താ പറയേണ്ടത്? അക്കാഡമിക് ബ്രീച്ചായി, പ്രൊഫഷണൽ ബ്രീച്ചായി, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ ഇന്റഗ്രിറ്റി, സത്യസന്ധത അതില്ലായ്മയായി, ആൻഡ് ഇത് ലീഗൽ കോൺസിക്വൻസസിലേക്ക് പോകാം. നമ്മൾ മറ്റാരുടെയെങ്കിലും വർക്ക് കോപ്പി അടിച്ചിട്ട് നമ്മുടെ വർക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെതിരെ നിയമ നടപടികൾ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്ലേഗറിസം ശരിക്കും ഒരു വ്യക്തിയുടെ ആ ഒരു അല്ലെങ്കിൽ ആ ഒരു എസ്സേയോ ഒരു റിപ്പോർട്ടോ എന്ത് തന്നെ ആയിക്കോട്ടെ, അതിന്റെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, അതിന്റെ റിലയബിലിറ്റി ഒക്കെ കാണിക്കുന്ന, പ്രത്യേകിച്ചും റിസർച്ച് ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഒഴിവാക്കാനായിട്ട് ഒത്തിരി അധികം റെഫറൻസിങ് സ്റ്റൈൽസ് ഉണ്ട് നമുക്ക് പഠിക്കാനായിട്ട്. റെഫറൻസിങ് സ്റ്റൈൽസ്, ഇറ്റ് കുഡ് ബി an APA സ്റ്റൈൽ, an MLA സ്റ്റൈൽ, അല്ലെങ്കിൽ ഒരു ഷിക്കാഗോ സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് അക്കാഡമിക് റൈറ്റിംഗ് സ്റ്റൈൽസ് ഉണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒരു സ്റ്റൈൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ലാതെയാക്കാം എന്നുള്ളതാണ്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എന്താ പറയേണ്ടത് ലെസൺസിൽ നിങ്ങൾ പഠിക്കും. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 10. The role of the client-centered therapist is to. അപ്പോൾ എന്തിനാണ് ക്ലയന്റ് സെന്റേർഡ് ആകുന്നത്? അല്ലെങ്കിൽ ഈ തെറാപ്പിസ്റ്റ് ക്ലയന്റ് സെന്റേർഡ് ആകുമ്പോൾ എന്താണ് അതിന്റെ ഗുണം? ഇന്റർപ്രറ്റ് ദ ക്ലയന്റ്സ് അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ്. ഓക്കെ, അത് ID, ഈഗോ എന്നൊക്കെ പറയുന്ന അതിനകത്ത് നിന്ന് വരുന്നു. ക്രിയേറ്റ് എ സേഫ് അറ്റ്മോസ്ഫിയർ ഫോർ ക്ലയന്റ്സ് ടു എക്സ്പ്രസ് ദിയർ ഫീലിംഗ്സ്. ഇപ്പൊ ക്ലയന്റ് സെന്റേർഡ് ആകുന്നത്, ക്ലയന്റ് സെന്റേർഡ് എന്ന് പറഞ്ഞാൽ അവിടെ തെറാപ്പിസ്റ്റും ഉണ്ട്, ക്ലയന്റും ഉണ്ട്. അപ്പൊ ക്ലയന്റിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് എല്ലാം ക്ലയന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ചെയ്യുന്നതിനെയാണ് ക്ലയന്റ് സെന്റേർഡ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റുഡന്റ് സെന്റേർഡ് എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുന്നില്ലേ, ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ. ലെക്ചർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ടീച്ചർ സെന്റേർഡ് എഡ്യൂക്കേഷൻ ആണ്. കാരണം ടീച്ചറാണ് അവിടെ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്, അവിടെ പ്രാധാന്യം ടീച്ചർക്കാണ്. ഇനി ഒരു എക്സ്പെരിമെന്റൽ സ്റ്റഡി എന്ന് പറയുന്നത്, നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കുന്നത് ഒരു സ്റ്റുഡന്റ് സെന്റേർഡ് മെത്തേഡാണ്. കാരണം അവിടെ ടീച്ചർ അല്ല എക്സ്പെരിമെന്റ് ചെയ്യുന്നത്, സ്റ്റുഡന്റ് ആണ് എക്സ്പെരിമെന്റ് ചെയ്യുന്നത്. ടീച്ചർ അതിനെ ഗൈഡ് ചെയ്യുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞതുപോലെയാണ് ഈ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി അല്ലെങ്കിൽ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു തെറാപ്പിസ്റ്റിന്റെ റോള്, ഓപ്ഷൻ സി, confront the challenges the client, confront and challenge the client and point out
ഇൻകൺസിസ്റ്റൻസീസ്. അത് ശരിയല്ല, അതെങ്ങനെയാ ശരിയാവുന്ന, അങ്ങനെയല്ല, ഇത് ഇങ്ങനെ പറയണം, ഇങ്ങനെയാണ്. അപ്പൊ ക്ലയന്റിനെ നമ്മൾ കണ്ണുരുട്ടി വരട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ. അതോ ഹെൽപ്പ് ദ ക്ലയന്റ് അൺലേൺ അബ്നോർമൽ വേസ് ഓഫ് ബിഹേവിങ്. അപ്പോ എന്താ പറയേണ്ടത്, അബ്നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ ക്ലയന്റിന് ഓൾറെഡി ഉണ്ട്. അപ്പൊ അതിനെ നമ്മൾ അൺലേൺ ചെയ്ത് അതിനെ മറക്കാനായിട്ട് നമ്മൾ ക്ലയന്റിനെ പഠിപ്പിക്കുന്നതാണോ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പിസ്റ്റിന്റെ പ്രധാന റോൾ എന്ന് പറയുന്നത്? വാട്ട് ഡു യു തിങ്ക്? അപ്പൊ ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി അത് ശരിക്കും ഡെവലപ്പ് ചെയ്തത് കാൾ റോജേഴ്സ് ആണ്. അപ്പൊ അതിനകത്ത് കൊടുക്കുന്ന ഒരു എംഫസിസ് എന്ന് പറയുന്നത് ഒരു നോൺ ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള, ഒരു എംപത്തറ്റിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുക, where the client feels safe. Safe എന്ന് പറയുമ്പോഴത്തേക്ക് സേഫ് ടു എക്സ്പ്ലോർ ദിയർ ഇമോഷൻസ് ആൻഡ് സേഫ് ടു കം അപ്പ് വിത്ത് ദിയർ തോട്ട്സ്. അവരുടെ പ്രശ്നങ്ങൾ പറയാനായിട്ട് സേഫ് ആവുക. ഇവിടെയാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറയേണ്ടത്, ഈ ഒരു തെറാപ്പിസ്റ്റ് ഇവിടെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു തരത്തിലുള്ള കണ്ടീഷൻസും വെക്കാതെ ആ ക്ലയന്റ് എന്ത് പറഞ്ഞിരുന്നാലും ശരി തന്നെ അതിനെ പോസിറ്റീവായിട്ട് കാണുക. അതാണ് അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ക്ലയന്റിന്റെ ഒരു സെൽഫ് ആക്സെപ്റ്റൻസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, ഒരു സെൽഫ് അവെയർനെസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ ആൻസർ ഇസ് ഓപ്ഷൻ ബി, ക്രിയേറ്റ് എ സേഫ് അറ്റ്മോസ്ഫിയർ ഫോർ ക്ലയന്റ്സ് ടു എക്സ്പ്രസ് ഫീലിംഗ്സ് എന്നുള്ളതാണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 11. The interaction model of personality was proposed by ആരാണ് ഈ interaction model of personality propose ചെയ്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. Kurt Lewin is the person who proposed the interaction model of personality. ഓക്കെ, അപ്പോ കർട്ട് ലൂവിൻ ശരിക്കും എന്താണ് സജസ്റ്റ് ചെയ്തത്? ബിഹേവിയർ എന്ന് പറയുന്നത് ഇസ് എ ഫങ്ഷൻ ഓഫ് ബോത്ത് ദ ഇൻഡിവിജ്വൽ, അതാണ് പേഴ്സണാലിറ്റി, ആൻഡ് ദി എൻവയൺമെന്റ്. അപ്പൊ എന്റെ പെരുമാറ്റം, അതല്ല എന്റെ ബിഹേവിയർ എന്ന് പറയുന്നത്, അത് ഞാനെന്ന വ്യക്തിയുടെയും ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിന്റെയും കൂടെ ഒരു ഫങ്ഷൻ ആണ് ബിഹേവിയർ എന്നുള്ളതാണ് കർട്ട് ലൂവിൻ ഈ ഒരു ഇന്ററാക്ഷൻ മോഡൽ ഓഫ് പേഴ്സണാലിറ്റിയുടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. Okay, and moving on to question number 12. Dash is defined as the scientific study of cause of diseases. Diseases in the cause, option B, etiology ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. So this is a branch of science and ഇതിന്റെ focus എന്ന് പറയുന്നത് is to understand the causes and origin of diseases. ഡിസീസസിന്റെ കാരണങ്ങളും ഡിസീസിന്റെ റൂട്ട് കോസ്, ഡിസീസ് എവിടെ നിന്ന് ഒറിജിനേറ്റ് ആകുന്നത്. അപ്പൊ ബയോളജിക്കൽ, എൻവയറമെന്റൽ, ജനറ്റിക് ഫാക്ടേഴ്സ്, ആ ഒരു ഡിസീസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഈ ഫാക്ടേഴ്സ് എല്ലാം അതിനകത്ത് പഠിക്കും എന്നുള്ളതാണ്. അപ്പോ എപ്പിഡമിയോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് സ്റ്റഡീസ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഡിസീസസ് ഇൻ പോപ്പുലേഷൻസ്. ആൾക്കാരുടെ ഇടയിൽ ആ ഡിസീസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത്, എങ്ങനെയാണ് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുക. എറ്റിമോളജി എന്ന് പറയുന്നത് ഇറ്റ് ഡീൽസ് വിത്ത് ദ ഒറിജിൻ ഓഫ് വേർഡ്സ്. വാക്കുകൾ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത്. നമ്മൾ പറയത്തില്ലേ ഇത് ഗ്രീക്ക് ആണ്, ഇത് ലാറ്റിൻ ആണ് എന്നൊക്കെ പറയുന്നത്, അതാണ് എറ്റിമോളജി. ആൻഡ് മോർഫോളജി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് റിഫേഴ്സ് ടു ദ സ്ട്രക്ചർ ആൻഡ് ഫോം ഓഫ് ഓർഗാനിസംസ്, അല്ലെങ്കിൽ അതിന്റെ പാർട്സിനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി എന്ന് പറയുന്നത്. ഓക്കെ, സോ മൂവിങ് ഓൺ ക്വസ്റ്റ്യൻ നമ്പർ 13. ക്വസ്റ്റ്യൻ ഇതാണ്: phenomenon in which a person visualizes or experiences a veritable hallucinatory image of their double. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണ്? ഇത് ഒരു പ്രക്രിയ, ഒരു ഫിനോമിനൻ. അപ്പൊ എന്താണ് ഈ ഒരു ഫിനോമിനൻ അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ അവിടെ അനുഭവപ്പെടുന്നത്? പ്രക്രിയ എന്നാണോ അതിന്റെ കറക്റ്റ് വാക്ക്? അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ഫിനോമിനൽ സംഭവിക്കുന്നത്? ഒരു വ്യക്തി, ആ വ്യക്തി ഒന്നുകിൽ ആ വ്യക്തി ചിന്തിച്ച് വിഷ്വലൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ വ്യക്തി എക്സ്പീരിയൻസ് ചെയ്യുന്നു. എന്താണ്? ഒരു ഹാലുസിനേഷൻ ആണ്, ഒരു ഹാലുസിനേറ്ററി ഇമേജ് ഓഫ് ദിയർ ഡബിൾ. ഞാൻ എൻ്റെ തന്നെ മറ്റൊരു ഡബിളിനെ ഞാൻ ഹാലുസിനേറ്റ് ചെയ്ത്, ഡബിൾ ഇമ്പാക്ട് എന്നൊക്കെ പറയുന്നത് പോലെ. അതിന് ഓട്ടോസ്കോപ്പി എന്നാണോ പറയുന്നത്, ഹിപ്നാഗോജിക് ഹാലുസിനേഷൻ എന്നാണോ, ഹ്യൂട്ടോസ്കോപ്പി എന്നാണോ, വിഷ്വൽ ഹാലുസിനേഷൻ എന്നാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ഓട്ടോസ്കോപ്പി എന്നാണ് ഇതിനെ ഈ പറയുന്നത്.
ഓട്ടോസ്കോപ്പി. അപ്പോൾ ഓട്ടോസ്കോപ്പി റിഫേഴ്സ് ടു ദ എക്സ്പീരിയൻസ് ഓഫ് സീയിങ് വൺ സെൽഫ് ആസ് ഇഫ് ലുക്കിംഗ് അറ്റ് വൺസ് ഓൺ ഡബിൾ. ഞാൻ എന്നെ തന്നെ അല്ലെങ്കിൽ എൻ്റെ ഒരു ഡബിളും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക, ഞാൻ തന്നെ രണ്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ ആ രണ്ടാമനെ കാണുന്നു എന്നെനിക്ക് ഉണ്ടാകുന്ന ആ ഒരു എക്സ്പീരിയൻസിനെയാണ് ഓട്ടോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിനോമിൻ പലപ്പോഴും അസോസിയേറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ആ ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു കോൺഷ്യസ്നെസിന്റെ ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ഒരു ബോധാവസ്ഥ ഓൾട്ടേർഡ് ആയി വരുമ്പോഴത്തേക്ക്. ഈ ഹിപ്നാഗോജിക് ഹാലുസിനേഷൻ ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഡ്യൂറിങ് ദ ട്രാൻസിഷൻ ഫ്രം വേക്ക്ഫുൾനെസ് ടു സ്ലീപ്പ്. വേക്ക്ഫുൾനെസ് ഉണർന്നിരിക്കുന്നു, അതിൽ നിന്ന് ഉറക്കത്തിലേക്ക് പോകുന്ന ആ ഒരു അവസരത്തിൽ ഉണ്ടാകുന്ന ഒരു ഹാലുസിനേഷൻ ആണ്. ആൻഡ് ഹ്യൂട്ടോസ്കോപ്പി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇറ്റ് ഇസ് എ ടേം റിലേറ്റഡ് ടു ഇൻവോൾവിംഗ് സീയിങ് വൺസ് ഡബിൾ വിത്ത് അൺസർട്ടനിറ്റി അബൌട്ട് ദി ആക്ച്വൽ സെൽഫ്. അപ്പൊ ഇവിടെ ഈ ഓട്ടോസ്കോപ്പിയിൽ നമ്മൾ സർട്ടൺ ആണ് അത് എന്റേതാണെന്നുള്ളത്, പക്ഷെ ഇവിടെ അൺസർട്ടനിറ്റി, അതാണ് ഈ ഹ്യൂട്ടോസ്കോപ്പി ആയിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആൻഡ് വിഷ്വൽ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു ടേം ആണ്. ആ ഒരു ഡബിളിനെ കാണുക എന്നുള്ളതല്ല അവിടെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട. ഈ ഓട്ടോസ്കോപ്പി നമ്മൾ അത് എപ്പിലെപ്സി അല്ലെങ്കിൽ ആ ഒരു ഡിസോസിയേഷൻ ഇങ്ങനെയുള്ള കണ്ടീഷൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു സിംറ്റം ആയിട്ടാണ് ഈ ഒരു ഓട്ടോസ്കോപ്പിയെ കാണുന്നത്. ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണല്ലോ എപ്പിലെപ്സി അല്ലെങ്കിൽ ആ ഒരു ഡിസോസിയേഷൻ ഒക്കെ പറയുന്നത്. അപ്പൊ ബ്രെയിനിന്റെ ആ ഒരു റോൾ ഓഫ് ഐഡന്റിറ്റിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 14. ഈ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കാം. ഫാമിലി സ്കൾപ്റ്റിംഗ് ഇസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ റിലേറ്റീവ് തെറാപ്പിയിലാണോ, ഫാമിലി സിസ്റ്റംസ് തെറാപ്പിയിലാണോ, ജസ്റ്റാൾട്ട് തെറാപ്പിയിലാണോ, അതോ ഫാമിലി തെറാപ്പിയിലാണോ? അപ്പൊ ശരിക്കും പറഞ്ഞാല് ഇത് ഫാമിലി സിസ്റ്റംസ് തെറാപ്പി എന്നും പറയാം, ഫാമിലി തെറാപ്പി എന്നും പറയാം. അപ്പൊ ഈ ഒരു ഡിസ്ക്രിപ്പൻസി ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ് ശരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ അവര് ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഈ ഫാമിലി സ്കൾപ്റ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇത് ഒരു തെറാപ്യൂട്ടിക് ടെക്നിക്ക് തന്നെയാണ്. വേ ഫാമിലി മെമ്പേഴ്സ് ഫിസിക്കലി പൊസിഷൻ ദെംസെൽവ്സ്. ഫാമിലി മെമ്പേഴ്സ് ഫിസിക്കലി അവര് ഒരു സ്ഥാനം പിടിക്കുന്നത്. എങ്ങനെയാണ്? ടു റെപ്രസെന്റ് ദിയർ റിലേഷൻഷിപ്സ് ആൻഡ് ഡൈനാമിക്സ്. അപ്പൊ ഒരു ഫാമിലി ട്രീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഫാമിലി ട്രീയിൽ ആ ഫാമിലിയിലെ അംഗങ്ങളുടെ റിലേഷൻസ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഫാമിലി സ്കൾപ്റ്റിംഗ് ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്നത് പറയുന്നത്. അപ്പൊ ഫാമിലി സ്കൾപ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു ടെക്നിക്കാണ്, ഒരു തെറാപ്പി റിലേറ്റഡ് ടെക്നിക്കാണ്. അപ്പൊ ആ ഫാമിലി മെമ്പേഴ്സ് ഫിസിക്കലി അവർ ഓരോരുത്തരും ഓരോ പൊസിഷൻസിൽ നിൽക്കുന്നത്. ആൻഡ് ഈ പൊസിഷൻസ് അവരുടെ ആ ഫാമിലിയിൽ അവരുടെ റിലേഷൻഷിപ്പിനെ റെപ്രസെന്റ് ചെയ്യത്തക്ക രീതിയിൽ. അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ശരിക്കും ഫാമിലി സിസ്റ്റംസ് തെറാപ്പിയിൽ ഉപയോഗിക്കുന്നതാണ്. ആൻഡ് ആ ഒരു ഇന്റർപേഴ്സണൽ പാറ്റേൺസും ഇഷ്യൂസും ഒക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തെറാപ്പി എന്നുള്ളത്. ആൻഡ് റിയാലിറ്റി തെറാപ്പി അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് തെറാപ്പി എന്നതിന് പറയും. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. സോ ദാറ്റ് ഇസ് അത് ഫാമിലി സ്കൾപ്റ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഓക്കെ, അപ്പോ ഇതാണ് റിയാലിറ്റി തെറാപ്പി അല്ലെങ്കിൽ ജെസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടതല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് ശരിക്കും ഈ ഒരു ഫാമിലി സിസ്റ്റംസ് തെറാപ്പി അല്ലെങ്കിൽ ഈ ഫാമിലി സ്കൾപ്റ്റിംഗ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് വെർജീനിയ സാറ്റർ എന്നാണ് അവരുടെ പേര്. ഫാമിലി റോൾസ് വിഷ്വലൈസ് ചെയ്ത് ആ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുന്ന. അപ്പൊ ഓരോരുത്തരുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഫാമിലിയുടെ ഉള്ളിലുണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്നാണ്. ആൻഡ് മൂവിങ് ഓൺ, ക്വസ്റ്റ്യൻ നമ്പർ 15. Which among the following is a selective serotonin reuptake inhibitor? So SSRI ഇതിൽ ഏതാണ് എന്നുള്ളതാണ്. ആൻസർ ഇസ് ഓപ്ഷൻ എ, പ്രോസാക് ഇസ് ദി ആൻസർ. ഓക്കെ, അപ്പോ ഈ SSRI പ്രോസാക് പോലെയുള്ള SSRI എന്താ ചെയ്യുന്നത്? അത് ഈ സെറോട്ടോണിൻ ലെവൽസ് കൂട്ടിക്കൊണ്ടുവരികയാണ് ആ ഒരു ബ്രെയിനിൽ. ആൻഡ് അത്
റൊപ്റ്റേക്കിനെ ഇൻഹിബിറ്റ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ഇത് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ശരിക്കും കൊടുക്കുന്നത് ഡിപ്രഷൻ, ആങ്സൈറ്റി ഒക്കെ വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ശരിക്കും കൊടുക്കുന്നത്. റൈറ്റ്. നമ്പർ 16, the body's fight or flight response is controlled by. അപ്പൊ ഈ ശരീരത്തിന്റെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, അല്ലെങ്കിൽ കൺട്രോൾഡ് ബൈ വാട്ട്? ഓപ്ഷൻ എ, emphatic division of the peripheral nervous system, or parasympathetic division of the autonomic nervous system, or somatic division of the peripheral nervous system, or sympathetic division of the autonomic nervous system. The answer is option D, sympathetic division of the autonomic nervous system എന്നുള്ളതാണ്. അപ്പൊ എന്താണ് ഈ സിമ്പത്തറ്റിക് ഡിവിഷൻ ഓഫ് ദി ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേക്ക്, അപ്പോൾ ദിസ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയ അത് ബോഡിയെ പ്രിപ്പയർ ചെയ്യുക, തയ്യാറെടുക്കുകയാണ് എമർജൻസീസിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 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 സിറ്റുവേഷൻ ഓഫ് എമർജൻസിയിൽ നമ്മൾ പെടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടും അല്ലേ, ഹാർട്ട് ബീറ്റ് കൂടും. ആൻഡ് അതേപോലെ എന്താ പറയേണ്ടത്, ബ്ലഡ് ഫ്ലോ മസിൽസിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ആൻഡ് ആ ഒരു അഡ്രിനാലിൻ കൂടുതൽ റിലീസ് ചെയ്യപ്പെടും. അപ്പൊ ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഒരു നായ് നമ്മളെ കടിക്കാനിട്ട് ഓടിച്ച എന്താകും? ചിലപ്പോ നമ്മൾ ഒത്തിരിയധികം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കുനിഞ്ഞൊരു കല്ലെടുത്ത് അതിനെ എറിയും. പക്ഷെ അല്ലെങ്കിൽ സാധാരണ എന്താ ചെയ്യുക, നമ്മൾ ഒരു പക്ഷെ പേടിച്ച് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടി നമ്മുടെ രോമമൊക്കെ എണീറ്റ് അപ്പൊ നമ്മുടെ അഡ്രിനാലിൻ കൂടുകയാണ് ആ ഒരു സിറ്റുവേഷനിൽ അവിടെ ചെയ്യുന്നത്. കാരണം ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു രക്ഷപ്പെടാനായിട്ട് നോക്കും നമ്മൾ അവിടെ നിന്ന് അല്ലേ. അതാണ്. അപ്പോ ഈ പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ റിലാക്സ്ഡ് ആകും, ഒരു റിക്കവറി മോഡിലേക്ക് പോകും. അപ്പൊ റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് എന്നാണ് ഇതിന് പകരം, ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റിന് പകരം റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത് പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ ആണ്. ആൻഡ് ഈ ഒരു സൊമാറ്റിക് ഡിവിഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വോളണ്ടറി ആയിട്ടുള്ള മസിൽസിനെ അല്ലെ മസിൽ മൂവ്മെന്റിനെ കൺട്രോൾ ചെയ്യാം. വോളണ്ടറി എന്താണ്, ഞാൻ കൈ പൊക്കണം എന്ന് വിചാരിച്ചിട്ട് കൈ പൊക്കുന്നതാണ് വോളണ്ടറി ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ്, ഈ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിന് 2 ബ്രാഞ്ചസ് ഉണ്ട്, സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. ആൻഡ് ഇതാണ് ശരിക്കും എന്താ പറയേണ്ടത്, ആ ഒരു എന്താ പറയേണ്ടത്, ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ബിറ്റ്വീൻ സ്ട്രെസ് റെസ്പോൺസ് ആൻഡ് റിക്കവറി. ഓക്കെ. Number 17. Which of the following theories of emotion suggested that the emotion and the physiological arousal occur more or less at the same time? ഏത് തിയറിയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഇമോഷനും ഫിസിയോളജിക്കൽ അറൗസലും ഓൾമോസ്റ്റ് സെയിം സമയത്താണ് ഒക്കർ ചെയ്യുന്നത് എന്നാണ്? കാനൻ ബാർഡ് തിയറി ആണോ, ജെയിംസ് ലാങ് തിയറി ആണോ, സ്കാച്ചാറ്റർ സിംഗർ തിയറി ആണോ, ലാസറസ് കോഗ്നിറ്റീവ് അപ്രൈസൽ തിയറി ആണോ? ആൻസർ ഓപ്ഷൻ എ ആണ്, കാനൻ ബാർഡ് തിയറിയാണ് പറയുന്നത് ഈ ഇമോഷനും ഫിസിയോളജിക്കൽ അറൗസലും ഓൾമോസ്റ്റ് ഒരേ സമയത്ത് തന്നെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇത് സൈമൾട്ടേനിയസ് ആണ്, ഓൾമോസ്റ്റ് ഒരേപോലെ നടക്കുന്നത്, എന്നാ ഇൻഡിപെൻഡന്റ് ആണ്. അതായത് ഈ ഒന്ന് മറ്റൊന്നിന് കാരണമാകുന്നില്ല എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പാമ്പിനെ കാണുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇമോഷൻ വരും, എന്താണ്, ഭയം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹാർട്ട് റേറ്റിന്റെ ബീറ്റ് കൂടും അല്ലെ. എന്നാൽ ഇത് ഭയം വരുന്നത് കൊണ്ടല്ല ഹാർട്ട് റേറ്റിന്റെ ബീറ്റ് കൂടുന്നത്, നേരെ മറിച്ച് നമ്മൾ ആ പാമ്പിനെ കണ്ടതുകൊണ്ടാണ് ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് സംഭവിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ജെയിംസ് അതാണ് ഈ ഒരു കാനൻ ബാർഡിന്റെ തിയറി നമ്മൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിന്റെ ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താ പറയണ്ടേ, ഈ ഒരു തിയറി ഇറ്റ് ചാലഞ്ചസ് ദ നോഷൻ ദാറ്റ് ഫിസിക്കൽ റെസ്പോൺസസ് ആർ പ്രീ റിക്വസിറ്റ്സ് ഫോർ ഇമോഷൻസ്. അതായത് ഫിസിക്കൽ റെസ്പോൺസ് കൊണ്ടാണ് ഇമോഷൻസ് ഉണ്ടാകുന്ന എന്നുള്ള തിയറിയെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വന്ന തിയറിയാണ് കാനൻ ബാർഡിന്റെ ഈ തിയറി. ഇവിടെയാണ് ബ്രെയിനിന്റെ പ്രധാനപ്പെട്ട റോളിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോ
ജെയിംസ് ലാങ്ങിന്റെ തിയറി എന്താണ്? ഇറ്റ് സജസ്റ്റ് ദാറ്റ് ഫിസിയോളജിക്കൽ അറൗസൽ പ്രിസീഡ്സ് ഇമോഷൻ. ഫിസിയോളജിക്കൽ എറൗസൽ സംഭവിക്കുന്നത് ഇമോഷന് മുന്നെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഫിസിയോളജിക്കൽ ഇറൗസൽ സംഭവിച്ചിട്ടാണ് ഇമോഷൻ വരുന്നത് എന്നുള്ളതാ ജെയിംസ് ലാങ് പറയുന്നത്. ആൻഡ് സ്കെച്ചാറ്ററിന്റെ ആ ഒരു സ്കെച്ചാറ്റർ തിങ്കർ തിയറി എന്താണ് പറയുന്നത്? കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് കോഗ്നിറ്റീവ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് എറോസൽ ബിഫോർ ഇമോഷൻ. കോഗ്നിറ്റീവ് ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഇന്റർപ്രിട്ടേഷൻ അവിടെ കൊണ്ടുവരുന്നത് ഇമോഷൻ ഉണ്ടാകുന്നതിന് മുന്നേ. ഓക്കെ, ആൻഡ് ലാസറസിന്റെ തിയറി എന്താണ് പറയുന്നത്? കോഗ്നിറ്റീവ് അപ്രൈസൽ എന്ന കോൺസെപ്റ്റ് ആണ് ശരിക്കും അവിടെ ഈ പറയുന്നത്. ഓക്കെ, റൈറ്റ്. സോ ഈ ഒരു ചോദ്യം കാനൻ ബാർഡ് തിയറിയാണ്. ആ ഒരു തിയറിയുടെ ഒരു ബേസിക് ഐഡിയ ഇപ്പൊ നമുക്ക് മനസ്സിലായല്ലോ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് മോഡൽ ഓഫ് മെമ്മറി, മെമ്മറിയുടെ പല മോഡൽസ് ഉണ്ട്, അപ്പൊ വിച്ച് മോഡൽ ഓഫ് മെമ്മറി suggests that memory processes occur throughout a neural network simultaneously. അപ്പം ഏത് മോഡൽ ഓഫ് മെമ്മറി ആണ് സജസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ ഈ ഒരു മെമ്മറിയുടെ പല പ്രോസസ്സുകളും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെയാണ് നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ അത് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് ആണോ, LOP മോഡൽ, ഓ പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മോഡൽ ആണോ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ ആണോ, 3 സ്റ്റേജ് മോഡൽ ആണോ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് മോഡൽ. സൈമൾട്ടേനിയസ്ലി ഇറ്റ് ഹാപ്പൻസ് അല്ലേ, അതാണ്. അപ്പൊ ഈ പാരലൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് മോഡൽ അല്ലെങ്കിൽ അതിനെ PDP മോഡൽ എന്ന് പറയാം. അപ്പൊ ഇതെന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? അതായത് മെമ്മറി എന്ന് പറയുന്നത് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു ആൻഡ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് is in a manner across a neural network. ഒരു ന്യൂറൽ നെറ്റ്വർക്കിലൂടെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ആൻഡ് പല പ്രോസസ്സസ് ഒരേപോലെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പാരലൽ ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോസസ്സിംഗ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി LOP എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആ ഒരു എൻകോഡിങ്ങിന്റെ ഡെപ്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എൻകോഡിങ്ങിന് ശേഷമാണ് മെമ്മറി ബിൽഡ് ആകുന്നത് അല്ലെ. ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ എന്ന് പറയുന്നത് എഗെയിൻ ആ ഒരു മെമ്മറിയെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ട് ഉപമിക്കുന്ന ഒരു മോഡലാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഇപ്പൊ 3 സ്റ്റേജ് മോഡൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് സെൻസറി മെമ്മറി വരുന്നുണ്ട്, ഷോർട്ട് ടേം മെമ്മറി വരുന്നുണ്ട്, ലോങ് ടേം മെമ്മറി വരുന്നുണ്ട്. ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണ്. അപ്പം PDP എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അതാണ് വാട്ട് അലൈൻസ് വിത്ത് മോഡേൺ ന്യൂറോ സയൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിന്റെ ഒരു എംഫസിസ് എന്ന് പറയുന്നത് ഇസ് ഓൺ ദ ഡൈനമിക് ആൻഡ് ഇന്റർകണക്റ്റഡ് നേച്ചർ ഓഫ് മെമ്മറി. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നമ്പർ 19. According to McClelland, human beings have a physiological need for friendly social interactions and relationships with others. അപ്പം മനുഷ്യന് ഒരു ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. എന്തിനാണ്? ഫ്രണ്ട്ലി ആയിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻസിനും മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനെ എന്ത് പ്രക്രിയ എന്നാണ് വിളിക്കുന്നത്? McClelland. നീഡ് ഫോർ സെൽഫ് എസ്റ്റീം ആണോ, നീഡ് ഫോർ എഫിലിയേഷൻ ആണോ, നീഡ് ഫോർ പവർ ആണോ, അതോ നീഡ് ഫോർ അച്ചീവ്മെന്റ് ആണോ? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, നീഡ് ഫോർ സെൽഫ് എസ്റ്റീം ആണ് ഇതിന്റെ ആൻസർ. അപ്പൊ എന്താ? McClellandന്റെ നീഡ് ഫോർ സെൽഫ് എസ്റ്റീം അല്ല, ഓപ്ഷൻ ബി നീഡ് ഫോർ എഫിലിയേഷൻ ആണ്. ഓക്കെ, അപ്പോ അദ്ദേഹത്തിന്റെ ഈ നീഡ് ഫോർ എഫിലിയേഷൻ എന്ന് പറയുമ്പോൾ വി ആർ എഫിലിയേറ്റഡ് ടു സംതിങ് അല്ലേ. എഫിലിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മനുഷ്യന്റെ ആ ഒരു ഡിസയറിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. എന്തിനുള്ള ഡിസയർ ആണ്? ഫോർ ക്ലോസ് ആൻഡ് ഫ്രണ്ട്ലി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. നമുക്ക് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വേണം, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്സ് വേണം. അതിന്റെ ആവശ്യകത. ഐ എം എഫിലിയേറ്റഡ്, ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് എഫിലിയേറ്റഡ് ആണ് അല്ലെങ്കിൽ അത്ര ക്ലോസ് ആണ് എന്ന് കാണിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ഹിസ് 3 motivational needs. ഓക്കെ, അപ്പൊ നീഡ് ഫോർ എഫിലിയേഷൻ ആണ് ഈ ഫ്രണ്ട്ലി സോഷ്യൽ ഇന്ററാക്ഷനും റിലേഷൻഷിപ്പ്. അദ്ദേഹത്തിന്റെ മറ്റൊരു നീഡാണ് നീഡ് ഫോർ പവർ, മറ്റൊരു നീഡാണ് നീഡ് ഫോർ അച്ചീവ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ്. ഓക്കെ,
Now moving on to the last question in this video, question number 20. When newer information interferes with the retrieval of older information. See, നമ്മൾ മെമ്മറിയിൽ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തു അല്ലേ, സ്റ്റോർ ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള അനുസരിച്ച് നമ്മൾ റിട്രീവ് ചെയ്യും. അതിനൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പോ പുതിയ ഇൻഫർമേഷൻ, നമ്മൾ ആ സെയിം സംഗതിയെ കുറിച്ചുള്ള പുതിയ ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ ഓൾറെഡി നമ്മൾ സ്റ്റോർ ചെയ്ത പഴയ ഇൻഫർമേഷനെ പുറത്തു കൊണ്ടുവരുന്നതിന് ഈ പുതിയ ഇൻഫർമേഷൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്ന പ്രക്രിയക്ക് എന്താണ് പറയുന്നത്? സോ റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ്, DK, proactive interference, encoding failure. ഇതിന്റെ ആൻസർ റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് ആണ്. റെട്രോ ആക്റ്റീവ് ഇന്റർഫിയറൻസ് എപ്പോഴാണ് നടക്കുന്നത്? പുതിയ ഇൻഫർമേഷൻ, അത് പുതിയതാണ്, ഫ്രഷ് ആണ്, അത് പഴയ ഇൻഫർമേഷനെ റിട്രീവ് ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന. നമ്മളെല്ലാവരും പാസ്വേഡ്സ് ഉപയോഗിക്കാറുള്ളതാണ് അല്ലേ? നമുക്ക് മൊബൈലിനൊരു പാസ്വേഡ്, ബാങ്കിനൊരു പാസ്വേഡ്, ATM കാർഡിനൊരു പാസ്വേഡ്, 4 ATM കാർഡ് ഉണ്ടെങ്കിൽ 4 പാസ്വേഡ്, ഒരു പക്ഷെ നമ്മുടെ വീട് തുറക്കാൻ ഒരു പാസ്വേഡ്. അങ്ങനെ പാസ്വേഡിന്റെ ഒരു ലോകത്ത് തന്നെയാണ് ജീവിക്കുന്നത് അല്ലേ? അപ്പോ ഒരു പുതിയ പാസ്വേഡ് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ ലേണിംഗ് എ ന്യൂസ് പാസ്വേഡ് മേ ബി ഡിഫിക്കൾട്ട് or rather make it difficult to recall an old one. ഒരു പുതിയ പാസ്വേഡ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് എന്തായിരുന്നു എൻ്റെ പഴയ പാസ്വേഡ്, അത് നമുക്ക് ഓർക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നത്. അതൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളേ. ഇനി പ്രൊആക്റ്റീവ് ഇന്റർഫിയറൻസ് എന്ന് പറയുന്നത് എന്താണ്? when old information interferes with new learning. തിരിച്ച് ഇവിടെ മെമ്മറി റിട്രീവൽ അല്ല, പഴയ ഇൻഫർമേഷൻ അവിടെ ഇരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കുന്നു എന്ന് വിചാരിക്കുക. അത് അവിടെ ഇരിക്കുന്നത് കൊണ്ട് പുതിയ ഇൻഫർമേഷനുമായിട്ട് ഒരു തരത്തിലുള്ള ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. DK എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് മറന്നു പോവുക, മെമ്മറി ഫെയ്ഡ് ആയി പോകുന്നു. എൻകോഡിംഗ് ഫെയിലിയർ എന്ന് പറയുമ്പോഴത്തേക്ക് എൻകോഡിങ്ങിലൂടെയാണ് നമ്മൾ മെമ്മറി തന്നെ ബിൽഡ് ചെയ്യുന്നത്, മെമ്മറി ഓർമ്മകൾ ബിൽഡ് ചെയ്യുന്നത്. ആ ഒരു എന്താ പറയേണ്ടത്, ഓർമ്മയാക്കി മാറ്റാനുള്ള ആ ഒരു ഇനബിലിറ്റിക്കാണ് എൻകോഡിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ശരിക്കും ഇന്റർഫിയറൻസ് തിയറിയുടെ ഭാഗമായിട്ട് ശരിക്കും വരുന്നതാണ്. ഓക്കെ, ഇതിന്റെ ഒരു പിന്നിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇസ് ദി ഇന്റർഫിയറൻസ് തിയറി. അപ്പൊ നമ്മൾ ആദ്യത്തെ 20 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണിത് അല്ലേ? ഒത്തിരിയധികം ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിനെ അതിന്റെ ഉത്തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങളാണ്. ഇനിയുണ്ട് നമുക്ക് 80 ചോദ്യങ്ങളും കൂടെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട്. അത് പാർട്ട് ബൈ പാർട്ട് ഞാൻ ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സും കൂടെ റിലീസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഒരു എന്താ പറയേണ്ടത്, എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ കോഴ്സ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷൻ കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് ഒന്നുകിൽ ഈ ഒരു നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ ഒരു സ്റ്റഡി ഗ്രൂപ്പ്, വാട്സാപ്പിന്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിരുന്നാലും നിങ്ങൾക്ക് പ്രിൻസിപ്പൽ കൗൺസിലറിന്റെ കോഴ്സിന് ജോയിൻ ചെയ്യാം. അപ്പം സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിന്റെ ഭാഗമാകില്ല. സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ എടുക്കണം, അതിനൊരു ചെറിയ ഫീസ് ഉണ്ട്. ആ ഡീറ്റെയിൽസ് എല്ലാം എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. So thank you very much for watching this video and you have a great day. Wish you all the very best.